അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണേ കർത്താവേ. അങ്ങയുടെ കരങ്ങൾ ഈ കൂട്ടായ്മയുടെ മേൽ നീട്ടണേ. എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകട്ടെ കർത്താവേ. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ. എഫെസസ് 4:22 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടും. മനസ്സിൻ്റെ നവീകരണം, മനസ്സ് മാറണം, ചിന്തയുടെ തലത്തിൽ മാറ്റമുണ്ടാകണം. ആണ് വിശുദ്ധിയുള്ള ഹൃദയം. വിശുദ്ധിയുള്ള ഹൃദയത്തിന് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധിയുള്ള ഹൃദയത്തിന് ദൈവത്തിലായിത്തീരാൻ പറ്റുള്ളൂ. വിശുദ്ധിയുള്ള ഹൃദയത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധിയുള്ള ഹൃദയത്തിന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. വിശുദ്ധിയുള്ള ഹൃദയത്തിന് മാത്രമേ ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കുകയുള്ളൂ. നാവിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കുറ്റം പറയാതിരിക്കാൻ പറ്റുള്ളൂ. മ്ലേച്ഛഭാവം. അപ്പം അങ്ങനെ വിശുദ്ധിയുള്ള ഈ ഹൃദയത്തിന് മാത്രമേ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. അവരോട് പ്രാർത്ഥിക്കാൻ പറയേണ്ട ആവശ്യമില്ല. അവർ തന്നെ പ്രാർത്ഥിച്ചോളൂ. അവർ ദൈവത്തോട് അടുക്കുക. അവിടെ സാത്താൻ പ്രഭാവം അല്ലെങ്കിൽ ഈ അരൂപി കയറിയിരിക്കും മക്കൾ. ഇതുവരും കഥയല്ല. സാത്താൻ്റെ ശക്തികൾ ഈ കാലഘട്ടത്തിൽ അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിലച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കും കാണാം. അപ്പോൾ ഇത് ബന്ധന പ്രാർത്ഥന എഴുതിച്ച് ചോദിക്കും, മോനെ എന്താ ഇത്, എന്താ ഇത്, എന്താ ഇത്. കഴിഞ്ഞ നാൾ ശരിക്കൊരു ഹോമോസെക്സ് ബന്ധനത്തിൽ കഴിഞ്ഞൊരു പയ്യൻ, കണ്ണെല്ലാം മിടുക്കൻ, നല്ല കഴിവും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള പയ്യൻ, വളരെ 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 എലഗൻ്റായിട്ട് അവൻ്റെ ബിഹേവിയർ. അവനിങ്ങ് വന്നു, അത് തലയുടെ കുരിശ് വരയ്ക്കുമ്പോൾ അങ്ങ് പോയി ഒരു ബോധം കെട്ടിട്ട് സ്പിരിറ്റാണ് മൊത്തം. അപ്പം ഈ സ്പിരിറ്റ് ഇവൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഇതിൻ്റെ അപ്പനെയൊക്കെ ഇത് കയറി അടിക്കും, അമ്മയെ കയറി അടിക്കും, ഒരു വീടിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, അവൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കും, അവൻ്റെ സഹോദരങ്ങളെ ബാധിക്കും. അവൻ പോകുന്നിടത്തെല്ലാം ഇതിൻ്റെ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. പൗലോസ് ശ്ലീഹ പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പോകുന്ന വഴിയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. നിഴലടിക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുമായിരുന്നു. നിഴലടിക്കുമ്പോൾ പിശാചുകൾ വിട്ടുപോകുമായിരുന്നു. അതുപോലെയാ നമ്മൾ തിന്മയുടെ അരൂപി ഉണ്ടെങ്കിൽ പോകുന്ന വഴിയെല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആളുകളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളെ മുൻനിർത്തിയാണ് പറയുന്നത്, മക്കളെ ഹൃദയം വിശുദ്ധമാക്കുക, ആസക്തികളെ നിയന്ത്രിക്കാനാണെങ്കിൽ പ്രാർത്ഥന വേണം. ഉപവാസം, പ്രാർത്ഥന, ത്യാഗം ചെയ്യണം. എന്നിട്ട് പ്രാർത്ഥന, അല്ലാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പൈസ കൊടുത്താലൊന്നും കാര്യം, പണം കൊണ്ടൊന്നും നടക്കില്ല. പണമൊക്കെ മനുഷ്യനെ, പണം കൂടിയാലുണ്ടല്ലോ പാപം പെരുകും. പ്രിസലോഷ്, പണം കൂടിയാലുണ്ടല്ലോ ഈ പാപമെല്ലാം ഇങ്ങനെ കയറിങ്ങ് പോരും. ഒത്തിരി റിച്ച് ഫാമിലികളൊക്കെ ഇന്നൊരുപാട് തകർച്ച ഞാൻ കാണുന്നുണ്ട്. അണക്കരയിൽ ഏറ്റവും കൂടുതൽ ഇൻ്റലക്ച്വൽസും റിച്ച് ഫാമിലീസാണ് വരുന്നത്. എല്ലാ ധ്യാനങ്ങളും അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, വരുന്ന മുഴുവൻ അങ്ങനെയാണ്. മുഴുവൻ എന്താ ഇങ്ങനെ അത് ഇത് ഒരു തിന്മ ഇവർക്ക് അറിവില്ലേ. സത്യം പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ്, ഔട്ട് ഓഫ് ഇഗ്നോറൻസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ആക്ച്വലി ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇഗ്നോറൻസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ് ആൻഡ് യു ഡോണ്ട് നോ ദ പവർ ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. ഒന്നും അറിയില്ല. അതാണ് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്ന. അശുദ്ധിയുടെ പാപമുള്ളവൻ പള്ളി വരികയില്ല, വരാൻ പറ്റില്ല. അവനെ വീട്ടിൽ പൂട്ടിയിടും, അല്ല ബിസിനസ് സ്ഥലത്ത് പൂട്ടിയിടും, അല്ല റോഡിൽ പൂട്ടിയിടും, അല്ലെങ്കിൽ ഏതൊരു കൂട്ടുകെട്ടിലിട്ട് പൂട്ടിയിടും, ജയിലടച്ചിരിക്കും. അവൻ വരില്ല, അവൻ വരില്ല. കുമ്പസാരിപ്പിക്കത്തൊന്നുമില്ല, കുമ്പസാരമൊന്നും ഇഷ്ടമില്ല. അവനിങ്ങനെ പ്രത്യേക പോക്ക. അങ്ങനെയുള്ള മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കും. കമൻ്റ് അടിക്കും, വചന ശുശ്രൂഷ വരുമ്പോൾ കമൻ്റ് അടിക്കും. കാരണം കാരണം ആ സ്പിരിറ്റ് എപ്പോഴും നെഗറ്റീവ് സ്പിരിറ്റാണ്, ആൻറ്റി സ്പിരിറ്റാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഓപ്പോസിറ്റ്. വിശുദ്ധിയൊന്നും ഇഷ്ടമില്ല അവർക്ക്. വിശുദ്ധി എന്നുള്ള വാക്ക് തന്നെ കേൾക്കുമ്പോൾ ഇളകാൻ തുടങ്ങും, അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. വിശുദ്ധി എന്നുള്ള പദം കേൾക്കുമ്പോൾ കിടന്ന് ബഹളം വെക്കും. കേരളത്തിൽ ഒരു വലിയൊരു കൺവെൻഷൻ വെച്ച് നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ അവിടെ വെച്ച് ഒരു പയ്യൻ, അവൻ നമ്മുടെ അത് കണ്ട് കൺവെൻഷന് കൂടിയ ശേഷം അവൻ ധ്യാനിക്കാൻ വന്നു. അവൻ ധ്യാനിക്കാൻ വന്നല്ല, ശരിക്കും അവനെ പിടിച്ചുകൊണ്ടുവന്നു. അവന് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, സമൂഹത്തിലെ മറ്റു പലർക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടിയൊക്കെ ഇവന് ഗുണ്ടാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന, വെട്ടും കുത്തും അടിയും ഒക്കെ. പലതവണ അവനെ ജയിലിലൊക്കെ പോയിട്ടുള്ള പയ്യനാണ്. അപ്പോൾ ഇവനെ കൊണ്ടുവന്ന് ധ്യാനത്തിന്, നമ്മുടെ അണക്കരയിൽ ധ്യാനത്തിന് കൊണ്ടുവന്നു. ഇവനെ കൊണ്ടുവന്നപ്പോൾ ഇവന് വളരെ പ്രശ്നം പിടിച്ചു. എല്ലാ തിന്മയ്ക്കകത്തും അവന് കൂട്ടാം. അപ്പോൾ അവനെ കുമ്പസാരം കഴിഞ്ഞിട്ടും പറയും, എനിക്ക് പോവാം, ഞാൻ പോവാം, ധ്യാനം നിർത്തി പോവാം, എനിക്ക് പറ്റത്തില്ല, ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എനിക്കറിയാവുന്ന വേറൊരാളുടെ പറഞ്ഞു, ഇവന് കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു. അവനെ 1 മണിക്കൂർ കൗൺസിലിംഗ് നടത്തി പറഞ്ഞു. എൻ്റെ അച്ഛൻ നിൽക്കത്തില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ അതിനുശേഷം ഈശോന്ന് പറഞ്ഞു, അപ്പോൾ ഇവനെ വിളിച്ചൊരു തലയ്ക്ക് വെച്ച് ബന്ധിക്കാൻ പറയും.
ഇവൻ്റെ തലയൊക്കെ വെച്ച് ബന്ധിക്കുകയും ഒരലറിച്ച ചില സംഭവം. എൻ്റെ കൂടെ ആളുകൾ എല്ലാവരും കൂടെ അവിടെയുള്ള ശുശ്രൂഷ ഓടിയെത്തി. കാരണം അവരുടെ അടുത്ത് എന്തെങ്കിലും സംഭവം നടന്നു. അതുപോലത്തെ ഒരു അലറിച്ച വന്നു. പിന്നെ ഇവനങ്ങ് പെട്ടയ്ക്ക കിടന്നങ്ങോട്ട് വെള്ളാക്കി മറിഞ്ഞ് ഒരു 1/4 മണിക്കൂറത്തെ പ്രാർത്ഥന പ്രയർ കഴിഞ്ഞപ്പോൾ ആ നമ്മളും തെളിച്ചു. അവനൊന്നൊരു 27-28 വയസ്സ് പ്രായം കാണുള്ളൂ. ചെയ്യാത്തൊന്നുമില്ല. മുഴുവൻ ഓരോ സ്പിരിറ്റ് യേശുനാമത്തിൽ ഇന്നത് ബന്ധിക്കുന്നു. വ്യഭിചാരം, സ്വയം ഭോഗം, സ്വർഗതി, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, കഞ്ചാവ്, കൂട്ടുകെട്ട്, അടിപിടി, വഴക്ക്, കോപം, വൈരാഗ്യം, കൊലപാതകം, ഇങ്ങനെയുള്ള എല്ലാ സാധനവും വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കുറേയൊക്കെ പ്രാർത്ഥിച്ചു. എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ചത്ത പോലെ കിടപ്പുണ്ട്. അനമുള്ളൊക്കെ തളിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ് ഇവനെ എഴുന്നേറ്റു. പ്രിസ്തലോഷ് കരയുന്നുണ്ട്. അവനെ എന്താ ഇവനിങ്ങോട്ട് വയ്ക്കുക. അവനിങ്ങനെ ഒന്നുമില്ല, വിട്ടു തരിക. ഞാൻ പറഞ്ഞു ധ്യാനത്തിന് കയറിക്കോ. ഓച്ച ധ്യാനത്തിൻ്റെ ബാക്കി മുഴുവൻ നേരവും ധ്യാനം കൂടി. ഒരു പ്രശ്നമില്ല. ആ ധ്യാനത്തിച്ചു. ധ്യാനം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ നിറഞ്ഞു. പ്രിസ്തലോഷ് അവൻ കൃപ കൊണ്ടു നിറഞ്ഞു. അവൻ പുതിയ ആളായി. അവൻ സ്പിരിറ്റുമായി അവൻ പോയി. തിരിച്ചവൻ അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചു ചെന്നിട്ട് അവൻ വഴി തന്നെ ഒരു 700-800 ചെറുപ്പക്കാരെ അണക്കരയിൽ ധ്യാനത്തിനായിട്ട് വിട്ടു. പ്രിസ്തലോഷ് അവൻ വഴി തന്നെ ഒരു 800 പേരെ അവൻ ധ്യാനത്തിന് വിട്ടു. അവരെ മുഴുവൻ നേടിയെടുത്തു. അതിനുശേഷം അവൻ്റെ കല്യാണം നടന്നു. ഇപ്പോൾ അവന് ഭാര്യയുണ്ട്, 2 കുഞ്ഞുണ്ട്. കഴിഞ്ഞ ആളിലാണ് 2ാമത്തെ കുഞ്ഞുണ്ടായത്. ആ കൊച്ചുമായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അവൻ്റെ അതേ നാളിൽ കൺവെൻഷൻ ചെയ്തപ്പോൾ ഈ കുട്ടിയായിട്ട് ഓടിയെത്തി. ഞാൻ ചോദിച്ചേടാ ഇപ്പോൾ ഉണ്ടച്ച, ഒറ്റ ദിവസം പോലും കുർബാന മുടങ്ങുന്നില്ല ച. പ്രിസ്തലോഷ് കൊന്ത എന്തോ ചൊല്ലു. ഒരു കരിക്കട്ട പോലത്തെ ഒരു കൊന്തയെടുത്ത് എൻ്റെ കൈ തന്നു. പ്രാർത്ഥിക്കുന്നു കൊന്ത. ഞാനത് വെഞ്ചരിച്ചു കൈ കൊടുത്തു. ഇതായി തലമുറ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരുണയാണ്. ആരുടെയോ പ്രാർത്ഥനയുടെയും അവൻ്റെ അമ്മയുടെയും അപ്പൻ്റെയൊക്കെ കണ്ണുനീരിൻ്റെയും ഫലമായിരിക്കും ഒരു പക്ഷേ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധനായിത്തിരി. ഇപ്പം അവനൊരു വിശുദ്ധനാണ്. ഹീസ് എ ഹോളി. നല്ല ഹോളിയാണ്. അവൻ ആ കൂട്ടുകെട്ടെല്ലാം വിട്ടു. ഇപ്പം അവനിട്ടൊരാൾ തല്ലിയാൽ പോലും അവൻ റിയാക്ട് ചെയ്യത്തില്ല. ഇതാണ് ഒത്തിരി കുടുംബങ്ങൾ കയറിയിട്ടുണ്ട്. ഇത് മനസ്സിലാകില്ല. മനുഷ്യനെ ഇന്ന് സാത്താൻ കയറി പിടിച്ചവൻ്റെ ബുദ്ധിയിലോട്ട് ചില തെറ്റായ അറിവ് വെച്ച് കൊടുത്തു. അവൻ്റെ വിചാരം അവൻ തലയിലിരിക്കുന്ന അറിവ് ശരിയായ അറിവെന്നാണ്. പ്രിസ്തലോഷ് പക്ഷേ സത്യത്തിൽ തിന്മയുടെ ശക്തി വിഷം വെച്ച് കൊടുത്തു. അതാണ് തെറ്റായ അറിവ് ശരിയായിട്ട് നമുക്ക് തോന്നിക്കാൻ. അതാണ് ആദ്യം മനുഷ്യന് തന്നെ പറ്റിയ സംഭവമല്ലേ. ഹവ്വായുടെ അടുത്ത് സാത്താൻ്റെ ബുദ്ധി എന്ന് വെച്ചാൽ അവൻ നമ്മളെ ഒരു കാര്യം, തെറ്റായ കാര്യം ശരിയാക്കാൻ ഒരു അപാര കഴിവും പ്രാപ്തിയുള്ളവനാണ് സാത്താൻ. അതുകൊണ്ടാണ് ഹവ്വായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഈ വിലക്കപ്പെട്ട കനി പറിച്ച് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അല്ലാണ്ട് ഇത് കഴിച്ചാൽ മരിക്കത്തില്ല. പാപം ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ദൈവകൽപ്പന ലംഘിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതൊന്നും അശുദ്ധിയല്ല, ഇതൊന്നും പാപമല്ല. ഇതെങ്ങനെ പോയിട്ട് അതൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തു. ആ സാത്താൻ്റെ പ്രബോധനം തലയിൽ സ്വീകരിച്ച് അതിനെ അടിമ വെച്ചവളാണ് നമ്മുടെ ആദം ഹവ്വ. അപ്പോൾ അവളുടെ ബുദ്ധിയെ പോലും മാറ്റിയെടുത്തു ചിന്ത. അതുകൊണ്ട് പാപം അതൊന്നും അശുദ്ധിയല്ല, ഇതൊന്നും അശുദ്ധിയല്ല, ഒന്നും സംഭവിക്കില്ല, സ്വർഗ്ഗം കിട്ടും, ദൈവത്തിൻ്റെ അങ്ങനെയൊന്നും പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തു. അങ്ങനെയാണ് ദൈവകൽപ്പന ലംഘിക്കുന്നതും അതിൻ്റെ പരിണിത ഫലമായിട്ട് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ 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 വളരെയേറെ ഗൗരവമേറിയ വചനമാണ് അച്ഛൻ ഇപ്രാവശ്യം തരുന്നത്. വിശുദ്ധി എന്ന വചനം. ദൈവം നിങ്ങളെല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവം. യോഹന്നാൻ 15:3 എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം വരുമ്പോൾ അത് നമ്മളെ ക്ലീൻ ആക്കണം. നമ്മളിലെ അസൂയ, വിദ്വേഷം, കോപം, നിരാശ, അശുദ്ധി, ആസക്തി, പണക്കൊതി, പേരിന് പെരുമയ്ക്ക് വേണ്ടിയുള്ള ആസക്തി, ഞാനെന്ന ഭാവം, ഇതെല്ലാം പറിച്ചു കളഞ്ഞ് ഹൃദയം നിർമ്മലമാകണം. അങ്ങനെ നിർമ്മലമാകുമ്പോഴേ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അനാഥരുടെയും വിധവകളുടെയും പാവപ്പെട്ടവൻ്റെയും കണ്ണുനീരിൻ്റെ
അത് നമുക്ക് മനസ്സിലാവും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവനെ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണുനീര് ഗ്രഹിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൽ നിറയാതെ ഒരിക്കലും നമ്മൾ വേറെ ചില ഉത്തരങ്ങളായിരിക്കും കൊടുക്കുന്നത്. ചോദ്യത്തിനായിരിക്കില്ല ഉത്തരം, നമ്മുടേതായ ഉത്തരവായിരിക്കും എല്ലാത്തിനും കൊടുക്കുന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, സർവ്വത്തിൽ ഹല്ലേലൂയാ. അന്ന് ഞാൻ കണ്ടതാണ്, ഇവൻ്റെ ശരീരത്തിൽ നിന്ന് കുറേ തിന്മയുടെ ആത്മാക്കൾ. അന്ന് ഞാൻ ഒരു 50,000 ആത്മാക്കളെങ്കിലും പോയിട്ടുണ്ടാകും. അതൊന്നും ആയിരിക്കില്ല, കാരണം അതുപോലെ ആ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ഇത് വരം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1 Corinthians 2:13-14 ഇത് ദൈവം ഇതെല്ലാം ആത്മാവിലൂടെ ഞങ്ങൾക്കിത് വെളിപ്പെടുത്തി തരുന്നു. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ആരെ സ്വീകരിക്കുന്നില്ല? ലൗകിക മനുഷ്യൻ. പാപം ചെയ്യുമ്പോൾ ഒരു ശക്തി, പാപത്തിൻ്റെ ശക്തി, ഒരു ദുരിതശക്തി നമ്മളെ കീഴടക്കും. അതിലേറ്റവും ഡേഞ്ചറസ് ആണ് ഈ അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്. 2000 പന്നികളെ നശിപ്പിക്കും. പ്രസ്തലോഷ് നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം, നമ്മൾ മേടിച്ച പാത്രം നമ്മളെയും കൊണ്ട് തന്നെ അത് പൊട്ടിപ്പിക്കും. പ്രസ്തലോഷ് നമ്മൾ മേടിച്ച വസ്ത്രം നമ്മളെയും കൊണ്ട് തന്നെ അത് നശിപ്പിക്കും. നമ്മൾ മേടിച്ച സംഭവങ്ങൾ നമ്മളെയും കൊണ്ട് തന്നെ നശിപ്പിക്കും. നമ്മളെടുക്കുന്ന പണം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അത് നമ്മളെയും കൊണ്ട് തന്നെ അത് നശിപ്പിക്കും. പ്രസ്തലോഷ് അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് വേറെ ആരും അതിന് കൂട്ടുവരേണ്ട കാര്യമില്ല. പ്രസ്തലോഷ് വേറെ ആരും അതിനകത്ത് നമ്മൾ മറ്റാരെയും കുറ്റം പറയേണ്ട ആവശ്യവുമില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പക്ഷെ ഇവൻ കള്ളനായതുകൊണ്ട് ഇവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നു നമ്മൾ ഒരിക്കലും അറിയില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ഇവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തുമില്ല. നമ്മളത് അംഗീകരിക്കൽ നമ്മൾ പറയത്തില്ല. നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മളെപ്പോഴും വിചാരം മറ്റുള്ളവരിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസ്തലോഷ് അത് തന്നെ തിന്മയുടെ ശക്തി. അവൻ കോൺസെൻട്രേഷൻ മാറ്റിവിടും. അവൻ്റെ ബുദ്ധി അവൻ അതേ ബുദ്ധി. അതല്ലേ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനായിട്ട് പറയുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വചനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. കൗശലമേറിയതായിരുന്നു സർപ്പം എന്നാണ് പറയുന്നത്. വളരെ ഷ്രൂഡാണ്, വളരെ വെൽ ഷ്രൂഡാണ്. എളുപ്പമല്ല, ഗ്രഹിക്കാൻ എളുപ്പമല്ല. ഇത് കുഞ്ഞുങ്ങൾ കാണുന്ന പ്രേമബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കരുത്. പ്രേമബന്ധങ്ങൾ, പ്രീ മാരിറ്റൽ സെക്സ്, കറങ്ങി നടക്കൽ, കൂട്ടുകെട്ട്, ഫോൺ വിളി, ഇതെല്ലാം ഈ സ്പിരിറ്റാണ്. വളരെ ഊഷ്മളതയേറിയ ആനന്ദം കൊടുക്കുമെങ്കിലും അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പഴം കൊടുക്കും, ഒരു ടേസ്റ്റുള്ള പഴം. അതാണ് വിലക്കപ്പെട്ട കനിക്കൊരു പ്രത്യേക രുചിയുണ്ട്. പക്ഷേ അതവനെ മരണത്തിലേക്ക് നയിക്കുക. ഇന്നത്തെ ഒരുപാട് ഡിവോഴ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങൾ 2ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രതീക്ഷിക്കുന്ന നേരെ അപ്പോസിറ്റ്. ഒരു 16, 18, 20 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റുന്നു. അത് കഴിയുമ്പോൾ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇന്നൊരു തുടർ കഥ പോലെ കുടുംബങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം ഈ അശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അശുദ്ധാത്മാവ് കയറി ആവസിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള പാപമാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് 1 Corinthians 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള വചനം ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോണം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. തലക്കെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആലയം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, പ്രസ്തുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടി ഉള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ
പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് അച്ഛൻ പറഞ്ഞത് ഈ തിന്മയുടെ അരൂപി നമ്മളിലേക്ക് വരാതിരിക്കുവാനും നമ്മുടെ ശരിക്കും എന്തിനാണ് ഈ അശുദ്ധി സാത്താൻ വിതയ്ക്കുന്നത്? വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പിന്നെ നിനക്ക് ദൈവത്തോട് അടുക്കാൻ ആവില്ല. ദൈവബന്ധമാണ് മുറിഞ്ഞു പോകുന്നത്. ദൈവവുമായിട്ട് അടുക്കാൻ ഈ പാപം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് അടുക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. അതായത് ഇത്തരം അശുദ്ധി ഒന്നും നമ്മൾ കാണരുത്. നേരെ മറിച്ച് നമ്മൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ക്ഷമയും സഹോദരിയും എളിമയും നല്ല എളിമയും അതുപോലെ ഉണ്ടാകും. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം. ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അവന് പ്രതിഫലം ലഭിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. ഹൃദയത്തിൽ പരിച്ഛേദനം നടത്തിക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തെ വെട്ടിമുറിച്ച് മാറ്റിക്കളഞ്ഞാൽ അവന് ദൈവം പ്രതിഫലം കൊടുക്കും. അവന് ദൈവത്തോട് കൂടെ ഇരിക്കാൻ പറ്റും. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഒത്തിരി മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ കണ്ട് ഒത്തിരി നല്ല ആളുകൾ ഇങ്ങനെ ഈശോയുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നറിയാവോ? അതിന് കാരണമുണ്ട്. ചിലർക്ക് ദൈവം ഇതുപോലെ ഇത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അച്ഛാ, പറ്റുന്നില്ല അച്ഛാ. ഞാൻ കണ്ടു ചിലരൊക്കെ ഇവിടെയൊക്കെ നിത്യാരാധന പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നിത്യ ആരാധനയിലൊക്കെ പോയി ഇങ്ങനെ മണിക്കൂറിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ആകുലതയോ അശുദ്ധിയുള്ളവന് പറ്റില്ല. അശുദ്ധി ഉണ്ടെങ്കിൽ എന്താ വരും? ഇരിക്കുമ്പോൾ ആ ചിന്ത അശുദ്ധി കയറി വരും. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്ത, അപ്പോൾ വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത, അപ്പോൾ വീടിനെ ഓർത്തുള്ള ചിന്ത, അപ്പോൾ ജടികാസക്തികളെ കുറിച്ചുള്ള ചിന്ത, ആ ലോക ചിന്ത അത് കയറി വരും. ഈ കയറി വരുന്നതുകൊണ്ട് അവന് പ്രാർത്ഥിക്കാം. അവൻ്റെ ഹൃദയം മലിനമാണ്, ഹൃദയം ശുദ്ധമല്ല. അവൻ്റെ ഹൃദയം മനസ്സ് ദൈവത്തിൻ്റെ മുമ്പിൽ ശുദ്ധമല്ലാത്തത് കൊണ്ട് അവൻ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. ഈശോയോട് ചേർന്നിരിക്കാൻ എന്ത് വേണം മക്കളെ? വിശുദ്ധി വേണം. യേശുവെ കേൾക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധി. യേശുവെ അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. അപ്പം അശുദ്ധി മുഴുവൻ നമുക്ക് എടുത്തു കളഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധരാകാം, കൃപയുടെ മക്കളായിട്ട് മാറാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഉണർന്നു പ്രാർത്ഥിക്കണം. സ്തുതിക്കുന്നു ഉച്ചത്തിൽ തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഒറ്റ വിളി കരമുയർത്തി ഈശോയെ, 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 എന്റെ ഈശോ. സർവശക്തനായ ദൈവമേ, കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ, ഒറ്റ വിളിച്ചോയേ. ഭൂമറുകളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബുദ്ധിമാന്ദ്യം ബന്ധിക്കുന്നു, നിരാശ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 12:28-29 ബന്ധിച്ചിരിക്കുന്നു.
ഈ സ്ഥലത്തുള്ള മുഴുവൻ അഭിഷിക്തര് എല്ലാ മക്കളെയും കർത്താവ് നിനക്ക് തരുന്ന കർത്താവ് സന്യസ്തരെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദൈവരാജ്യം മുഴുവൻ ദൈവജനത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തരും ദൈവമേ. അങ്ങയുടെ കരുണയുണ്ടാകണേ കർത്താവ്. ഞാൻ പാപിയാണ്, അയോഗ്യനാണ്, അശക്തനാണ്. കർത്താവേ എന്നോട് കരുണയുണ്ടാകണേ. ഈ സമയത്ത് അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, അങ്ങയുടെ നാമത്തിൽ സംസാരിക്കുന്നു കർത്താവ്. അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി ജനമേ 15-19 നിന്നുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലാകും. എസെക്കിയേൽ 3:1-3 വരെയുള്ള വചനം. ആരെയും ഭയപ്പെടണ്ട. നിന്റെ നാവിൽ ഞാൻ വചനം തരുന്ന ഈ വചനം സ്വീകരിക്കുക. വചനം നീ ഭക്ഷിക്കുക. എസെക്കിയേൽ 3:17 നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുന്നു. ജനത്തെ അത് അറിയിക്കുക. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയെ സ്തുതിക്കുന്നു.